വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ദ വോയിസ്. നമ്മുടെ രണ്ടാമത്തെ വണ്ടി അല്ലെങ്കിൽ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുബറുവിന്റെ തന്നെ ഫോറസ്റ്റർ ആണ്. ഫോറസ്റ്ററിന്റെ തന്നെ 2026 മോഡലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കൂടുതൽ പറഞ്ഞു കിട്ടുന്നില്ല, നമുക്ക് ഇതിന്റെ ഒരു ഫസ്റ്റ് ലുക്കിലേക്ക് നമുക്ക് പോകാം. നമ്മൾ കാണുന്ന പോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട് സ്റ്റൈലിംഗിലേക്ക് വരുമ്പോഴത്തേനും നല്ലൊരു പ്രൊജക്ട് ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. അതിന്റെ ഡേ ടൈം റണ്ണിങ് ലാമ്പ് ഒക്കെ ആണെങ്കിലും വളരെ അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക വേറെ തന്നെ ഒരു ലുക്കാണ് നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ നമുക്ക് കിട്ടുന്നത്. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഫോഗ് ലാമ്പ് യൂണിറ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ അതിന്റെ ഫ്രണ്ട് ഗ്രില്ലൊക്കെ ആണെങ്കിലും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ബ്ലാക്ക്, അതേപോലെ ഷൈനി ആയിട്ടുള്ളൊരു നമുക്ക് ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരുത്താനും വീലാർച്ച് നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള വീലാർച്ച് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ടയേഴ്സിലേക്കൊക്കെ നമുക്ക് വരുമ്പോഴത്തേനും അതുപോലെ നമുക്ക് ടയേഴ്സ് വരുന്നത് നമുക്ക് 19 ഇഞ്ചിന്റെ നമുക്ക് ടയേഴ്സ് ആണ് വരുന്നത്. 235 50 R19 ആണ് നമുക്ക് ടയറിന്റെ പ്രൊഫൈൽ നമുക്ക് ഇതിനകത്ത് വരുന്നത്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഇവിടെ ഈ സൈഡിലായിട്ട് നമുക്കൊരു ഈ ബോക്സർ എന്ന് പറഞ്ഞ ആ ഒരു ബാഡ്ജ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിന്റെ മിറേഴ്സ് ഒക്കെ ആണെങ്കിലും ബോഡി കളേർഡ് ആയിട്ടുള്ള മിറേഴ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ബോൾഡ് ആയിട്ടുള്ള ലൈൻ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ ഈ ഡോർ ഹാൻഡിൽസ് ഒക്കെ ആണെങ്കിൽ ബോഡി കളേർഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്ക് സെക്കൻഡ് റോ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് റോയിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു സൈഡ് ഡോർ പാഡ് ഒക്കെ വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ബ്രൗൺ ലെതർ ഫിനിഷിലുള്ള ഒരു ഡോർ പാഡ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് തന്നെ നമുക്കിവിടെ വിൻഡോ റോൾ ചെയ്യാനുള്ള ബട്ടൺ നമുക്ക് ഇതിനകത്ത് കാണാം. അകത്തോട്ട് വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഇവിടെ നമുക്കൊരു ബ്രൗൺ ലെതർ സെയിം ആ ഒരു സീറ്റ് തന്നെയാണ് വരുന്നത്. വളരെ നല്ലൊരു അപ്പോൾസ്ട്രി ആണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു ബ്രൗൺ ലെതർ വിത്ത് നല്ലൊരു എന്താ പറയുക നല്ലൊരു പ്രീമിയം മെറ്റീരിയൽ ആയിട്ടുള്ള പ്രീമിയം ലെതർ ഫിനിഷ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അകത്തോട്ട് നമ്മൾ കയറി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ലെഗ് റൂം നമുക്ക് ഏകദേശം ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ലെഗ് റൂം കിട്ടുന്നത്. നമ്മൾ അത്യാവശ്യം ബാക്കിലേക്ക് ഇറക്കിയിട്ട് കഴിഞ്ഞാൽ അതുപോലെ നടുക്കോട്ട് വരുമ്പോഴത്തേനും നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു USB ടൈപ്പ് C ഉണ്ട്, ടൈപ്പ് A വരുന്നുണ്ട്, 2 ഹീറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്. അതിൻ്റെ 2 ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഹീറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ ബാക്കിലേക്ക് വെന്റ് വരുന്നുണ്ട്. ഇവിടെ ചെറിയ സൈഡിൽ നമുക്ക് പോക്കറ്റ്സ് അവൈലബിൾ ആണ്. നമുക്ക് ഫോണൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ആംബ്രസ്റ്റ് താത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ആ ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് പനോരമിക് സൺറൂഫ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ LED ലൈറ്റ്സ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അപ്പുറത്തോട്ട് നമുക്ക് കാണുവാണെങ്കിൽ അവിടെ നമുക്ക് ഡോർ ഹാൻഡിൽസ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഡോർ പാഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ലെതർ പാഡിംഗ് ഉള്ള ഒരു സൈഡ് ഡോർ പാഡാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് വിൻഡോ റോൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഒരു മെറ്റീരിയൽ ഇവിടെ കാണാൻ പറ്റും. ഇപ്പുറത്തായിട്ട് നമുക്ക് ഇവിടെ മെമ്മറി സീറ്റ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു മെറ്റീരിയലൊക്കെ ആണെങ്കിലും വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു നമ്മുടെ ആ ഒരു ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ഡിജിറ്റൽ നമ്മുടെ ആ ഒരു പ്ലെയിൻ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ബട്ടൺ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീല് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അത് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് വോളിയം കൺട്രോൾസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ഈ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഇതിൻ്റെ ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹീറ്റഡ് സ്റ്റിയറിംഗിൻ്റെ ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഇവിടെ ആയിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ നമുക്ക് ഇതിനകത്ത് വരുന്നത്. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ചെറിയൊരു സ്ക്രീൻ നടുക്ക് വരുന്നുണ്ട്. 2 സൈഡിലും അനലോഗ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾ കാണുന്ന പോലെ തന്നെ വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഇവിടെ ഫിസിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വോളിയം അതുപോലെ ട്യൂൺസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെ വരുന്നുണ്ട്. താഴെയായിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഒരു ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ആ ഒരു സ്പേസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അതുപോലെ ഇതിൻ്റെ നമുക്ക് ഈ ഒരു എന്താ പറയുക ഇതിൻ്റെ ഒരു ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നമുക്ക് ഇവിടെ ഒരു ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഓക്സിൻ്റെ വരുന്നുണ്ട്. അതുപോലെ USB ടൈപ്പ് C, അതുപോലെ ടൈപ്പ് A ചാർജിങ് പോർട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു ലിവറിൽ വരുന്നത്. അതിനകത്ത് പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, അതുപോലെ ഡ്രൈവ് മോഡ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻഡക്ഷൻ ചാർജിങ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. താഴോട്ട് വരുമ്പോഴത്തേനും കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട്. ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു 12 വോൾട്ടിൻ്റെ സോക്കറ്റ് വരുന്നുണ്ട്. ആംറസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു പാസഞ്ചർ സൈഡിൻ്റെ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾ കാണുന്ന പോലെ തന്നെ ടെക്സ്റ്റൈഡ് ആയിട്ടുള്ള ഒരു ഫിനിഷ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. സോഫ്റ്റ് ടച്ച് എന്ന് പറയാനില്ല, എന്നാലും ഒരു ആ ഒരു രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് ഇവിടെ വരുന്നത്. സൈഡ് ഡോർ പാഡൊക്കെ ആണെങ്കിലും വളരെ എന്താ പറയുക നല്ലൊരു എന്താ പറയുക ടച്ച് ആൻഡ് ഫിനിഷ് ഒക്കെ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഈ ഗ്ലോ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഈ കാണുന്ന പോലെ തന്നെ റിയർ വ്യൂ മിറേഴ്സ് വരുന്നുണ്ട്. അതിനകത്തും ഗരാജ് ഓപ്പണേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മുകളിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഈ വിൻഡോ ഓപ്പൺ ചെയ്യാം. മുകളിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു പനോരമിക് സൺറൂഫ് ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ സൺഗ്ലാസ് ഹോൾഡർ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തേക്കൊക്കെ വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ
സൺ വൈസർ വരുന്നുണ്ട്, അതിനകത്ത് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ നമുക്ക് ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഇവിടെയായിട്ട് നമുക്ക് ചെറിയ കോട്ടൊക്കെ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് വരുന്നുണ്ട്. ടോൾ റോട്ടിന്റെ ഒരു സോക്കറ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്പേസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ ഇവിടെ നമുക്കൊരു സബ് വൂഫർ വരുന്നുണ്ട്. അതുപോലെ ഇത് നമ്മൾ പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു സ്പേസ് ഇവിടെ ഇല്ല, നമുക്ക് വളരെ പാക്ഡ് ആയിട്ടുള്ളൊരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. അതുപോലെ നമുക്ക് ഇലക്ട്രോണിക്കലി നമുക്കിത് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇലക്ട്രോണിക്കലി നമ്മളിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു നമുക്ക് ഈ ഒരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. അതിനകത്ത് ക്രിസ്റ്റൽ എലമെന്റ് ഒക്കെ വന്ന് വളരെ എന്താ പറയുക ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു ഔട്ട്ബുക്ക്. ബാക്കിൽ അതുപോലെ നമുക്ക് ഈ ക്രിസ്റ്റൽ എലമെന്റോട് കൂടിയിട്ടുള്ള ഈ ഒരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് കാണാം. അതുപോലെ ഈ ഫ്രോസ്റ്ററിന്റെ ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഈ ബോക്സർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. ഫ്രോസ്റ്ററിന്റെ നമുക്ക് ആ ഒരു ലെറ്ററിങ് നമുക്ക് ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സുബ്രുവിന്റെ ലോഗോസ് നമുക്ക് ഇവിടെ അല്ലെങ്കിൽ ആ ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നടുക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സുബ്രുവിന്റെ ലോഗോ വരുന്നുണ്ട്. വൈപ്പേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിന്റെയാണ് നമുക്ക് ഈ തന്നെ നമുക്ക് 2026 ആണ്. നമുക്ക് ലിമിറ്റഡ് ആണെന്ന് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആണ്. അതിന്റെ പ്രൈസ് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ $46,000 ആണ് നമുക്ക് ഇതിന്റെ ഒരു പ്രൈസിങ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സിലൊക്കെ പോകാൻ 11.6 ഇഞ്ചിൻ്റെ നമുക്ക് ടാബ്ലറ്റ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഡ്രൈവർ ഡിസ്ട്രാക്ഷൻ മിറ്റിഗേഷൻ സിസ്റ്റം വരുന്നുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ലെതർ സീറ്റ്സ് നേരത്തെ കാണിച്ച പോലെ തന്നെ ലെതർ സീറ്റ്സ് വരുന്നുണ്ട്. 10 അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ സീറ്റ് വരുന്നുണ്ട്. 8 അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പാസഞ്ചർ സൈഡ് സീറ്റ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അപ്പോൾ അത്രയ്ക്ക് തന്നെയാണ് നമ്മുടെ ഈ ഒരു സുബറു ഫോസ്റ്ററിന്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു എലാബറേറ്റഡ് വീഡിയോ നമ്മൾ പിന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഗ്ലിംസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ. താങ്ക്